അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നണത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സില്ലി ആയിട്ടുള്ളൊരു കാര്യമൊന്നും അല്ല കേട്ടോ. നമുക്ക് ഈ പശുക്കളെ വളർത്തുക, കറക്കുക എന്നൊക്കെ പറയണത്, ഇവർ നല്ല സെൻസിറ്റീവായിട്ടുള്ള പശുക്കളാണ്. പെട്ടെന്ന് ഇവരുടെ ക്യാരക്ടർ തന്നെ മാറും. മനുഷ്യനെ പോലെയാണ്. ഇവർക്ക് ഹീറ്റ് കാണിക്കുമ്പോൾ വേറൊരു സ്വഭാവം, പിന്നെ വേറെന്താ പ്രഗ്നൻ്റ് ആവുമ്പോൾ വേറെ സ്വഭാവം. ഇതൊക്കെ നമുക്ക് ഇവരുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ പ്രസവത്തിൽ കുഴപ്പമൊന്നും ഉണ്ടില്ലെങ്കിലും അടുത്ത പ്രസവം ആകുമ്പോൾ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഞങ്ങളുടെ ഭദ്രമ്മ നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവന്നപ്പോൾ അവളെ ദേഹത്ത് പോലും തൊടിയിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആകെ ടെൻഷനായിരുന്നു. ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഭയങ്കര വില കൊടുത്ത് വാങ്ങിച്ച പശുവാണ്. നമുക്ക് ഇവിടെ തൊടാൻ പറ്റില്ല. തൊടാൻ വരുമ്പോഴേക്ക് ഇവള് നമ്മളെ അവളുടെ കാല് വെച്ചിട്ടും തല വെച്ചിട്ടൊക്കെ നമ്മളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യണ പോലത്തെ ഒരു ഇതായിരുന്നു. അത്രമാത്രം വയലൻ്റ് ആയിരുന്നു ഈ പശു. അവളുടെ വേറെ സ്ഥലത്തുനിന്ന് വന്നതാണല്ലോ അവൾ. അപ്പോൾ അവളുടെ ആ ഒരു വിഷമമാണ് അവൾ കാണിച്ചുകൊണ്ടിരുന്നത്. നമ്മളെ ദേഹത്ത് പോലും തൊടിക്കോ അല്ലെങ്കിൽ അടുത്തോട്ട് ചെല്ലാനോ ഒന്നും സമ്മതിക്കില്ലായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ നമ്മൾ അന്ന് കറക്കണ പശുവായിരുന്നു ഇവിടെ കൊണ്ടുവന്നത്. ഒരാഴ്ച നമ്മൾ കുട്ടി ഉണ്ടായിരുന്നു വന്നപ്പോൾ. അപ്പോൾ കുട്ടീനെ കൊണ്ട് കുടിപ്പിച്ചു. അപ്പോൾ ഇത്രയും രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് പാലിൻ്റെ ആവശ്യത്തിനാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അവളുടെ ദേഹത്ത് പോലും തൊടിക്കാതെ നമ്മളെങ്ങനെ അവളെ കറക്കും? അല്ലെങ്കിൽ കെട്ടാനായിട്ട് പറ്റണ്ടേ? അതേമാതിരി ഒരു വയലൻ്റായിരുന്നു ഈ ഭദ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ പശു കേട്ടോ. പക്ഷെ ഒരാഴ്ച നമ്മൾ അവളുടെ ചാണകമൊക്കെ കോരി അവൾക്ക് തീറ്റ കൊടുത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെങ്ങനെയാണ്. ശരിക്കും അവൾ നമ്മളായിട്ട് ആ ഒരു ഇണക്കം ആ ഒരാഴ്ചയും കൊണ്ട് പതുക്കെ ആയി. അങ്ങനെ രജീഷേട്ടന് ഒന്ന് ഇങ്ങനെ ഇടയ്ക്കൊന്ന് തലോടിയൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ അവൾ സൈലൻ്റായി തുടങ്ങി. പിന്നെ ഞാൻ ചാണകമൊക്കെ കോരി തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവളും എന്നോടും ആ ഒരു ഇണക്കം കാണിച്ചു തുടങ്ങി. പക്ഷെ കുട്ടികളെ അവൾ നല്ലൊരു ഇണക്കമുള്ള പശുവായിരുന്നു കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ വീട്ടിലൊരു അംഗം പോലെയായിരുന്നു അവൾ. നമ്മൾ അഴിച്ചു വിടുമ്പോഴാണെങ്കിലും വീട്ടിൽ അകത്തോട്ടൊക്കെ കയറി വരും. അവൾ എങ്ങനെ ഗ്യാപ്പ് കിട്ടി അവൾ അകത്ത് കയറും. അങ്ങനത്തെ ഒരു പശുവാണ് ഇപ്പം നമ്മുടെ ഭദ്ര. അകത്ത് കയറി ഒരു ദിവസം ഞാൻ ബാക്കിലെ ഡോറ് തുറന്ന് കിടക്കുന്ന ഇവളെ അഴിച്ചു വിട്ടിട്ടുണ്ടായി. ഇവളെ സാധാരണ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് വരികയാണ് ചെയ്യണേ. പക്ഷേ ചില സമയങ്ങളിൽ ഇവൾ കയറി വരുന്നുള്ള കാര്യം നമ്മൾ ഓർക്കൂലല്ലോ. അവൾ അകത്ത് കയറി നമ്മുടെ സ്ലാബിലിരുന്ന പഴമൊക്കെ എടുത്ത് കഴിച്ച് അടുക്കളയിൽ നിൽക്കുകയാണ്. ആളെ കാണണില്ല. അഴിച്ചു വിട്ടിട്ട് ഫ്രണ്ടിലോട്ട് കാണണേ ഇല്ല. ആൾ അകത്ത് കയറി സ്ലാബിൽ കിടന്ന പഴവും അവിടെ ഇരുന്ന കടലക്കറിയൊക്കെ മറിച്ചൊക്കെ ഇട്ട് പഴമൊക്കെ തിന്ന് അടുക്കളയിൽ നിൽക്കുക ആശാട്ടി. അങ്ങനത്തെ ഒരു പശുവാണ് നമ്മുടെ വീട്ടിലൊരംഗം പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഭദ്രമ്മ. അപ്പോൾ ഇപ്പം ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നന്ദിനിയുടെ പണിയാണ്. നന്ദിനി ഈ കാല് കെട്ടിയാൽ തന്നെ ഒരു ചാട്ടമുണ്ട്. ഈ രണ്ട് കാലും കൂടി കൂട്ടി കെട്ടി വെച്ചാലും ഈ ഫുള്ള് ആ കാല് പൊക്കി ഒരു ചാട്ടം ചാടും. അത് മിക്കവാറും ഹീറ്റ് ആവണ സമയത്താണ് അവൾ കൂടുതലും അങ്ങനെ കാണിക്കണത് കേട്ടോ. അപ്പം ഈ ചാടുന്ന സമയത്ത് നമ്മൾ ആ സെക്കൻഡിൽ തന്നെ നമ്മൾ ആ ബക്കറ്റ് നമ്മൾ മാറ്റി കൊടുക്കണം. മാറ്റി കൊടുത്തില്ലെങ്കിൽ പാല് മറിഞ്ഞു പോവും. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഇവരെന്താ ചെയ്യണേന്നുള്ള ഒരു സെൻസ് നമുക്കും ഉണ്ടാവണം. എന്നാലാണ് നമുക്കിത് അപ്പം തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്ര ശ്രദ്ധയോടുകൂടി വേണം ഇവരെ നമ്മൾ കറക്കാനിരിക്കാനും. അപ്പം അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. എന്നാൽ ഈ ഒരു തരം പശുവിൽ ചില പശുക്കൾ നല്ല ഇണക്കമുള്ള പശുക്കളും ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇപ്പം നമ്മുടെ ഇപ്പോൾ ഉള്ള പശുക്കൾ തന്നെ പല സ്വഭാവമുള്ളവരാണ്. ഇപ്പം കുറച്ച് പേര് കാല് കെട്ടി കറക്കണമെങ്കിൽ ചിലവരെ കാല് കെട്ടാനേ നമുക്ക് പറ്റില്ല. കാല് കെട്ടാനായിട്ട് അവർ സമ്മതിക്കില്ല. അത്രയ്ക്ക് വയലൻ്റ് ആയിരിക്കും പശു. ഇപ്പം ഇവളെയൊക്കെ നമ്മൾ കാല് കെട്ടുക എന്ന് പറയണത് നമ്മൾ അവരുടെ ആ ഒരു ഇത് നമ്മൾ നോക്കി നിന്ന് നമുക്ക് കെട്ടാൻ പറ്റുമോ കണ്ട നമ്മൾ ശ്രദ്ധയോടുകൂടി കാല് പൊക്കുമോ അവർ പഠിക്കുമോ എന്നുള്ള ആ ഒരു കറക്റ്റ് നമുക്ക് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് കാല് കെട്ടാൻ. എന്നാലാണ് നമുക്കത് ഈസി ആയിട്ട് കെട്ടാൻ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെ എപ്പോഴും ചാടും കാല് ബാക്കിലോട്ട് ഇങ്ങനെ സെക്കൻഡിൽ വെച്ച് അടിക്കുന്ന പശുക്കളുണ്ട്. നമുക്ക് അവരെ കെട്ടാനേ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു 2 പശുക്കൾ വേറെ ഉണ്ട്. നമുക്കൊരു വെള്ള പശു ശങ്കരി എന്ന് പറയുന്നതും യശോദ എന്ന് പറയുന്ന ഒരു പശുവുണ്ട്. അവരെ നമ്മൾ ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ മൂക്ക് കയറുമ്പോൾ കെട്ടിയിട്ട് ആ ഫ്രണ്ടിലെ ഒരു കൈയിലോട്ട് കെട്ടു കേട്ടോ. ഫ്രണ്ടിലെ ഒരു ഭാഗത്തോട്ട് കൈയുടെ ഭാഗത്തോട്ട് കെട്ടിയിട്ട് നിർത്തിയിട്ടാണ് കറക്കണത്. അല്ലെങ്കിൽ
അവർ ചാടി നമ്മളെ കറക്കാനായിട്ട് അവിടെ ഇരുത്തേയില്ല. അപ്പോൾ ആ ഒരു രണ്ട് പശുക്കൾ അങ്ങനെയാണ് കെട്ടണേ. അതേസമയം ചില സമയങ്ങളിൽ ശങ്കരിക്ക് ഇതൊന്നും വേണ്ട, മര്യാദക്ക് നിന്നോളും. ഞാൻ ചില സമയങ്ങളിൽ കെട്ടാറില്ല. പക്ഷേ കെട്ടിയില്ലെങ്കിൽ നമുക്ക് ചില സമയങ്ങളിൽ അവൾ പണിയും തരും. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കാലൊക്കെ ഇട്ട് പൊക്കി പാലൊക്കെ മറിച്ച് കളയും. അതുകൊണ്ട് ഇപ്പം എനിക്ക് അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സമയം ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് അവരായിട്ട് തല്ലുപിടിച്ച് നിൽക്കാൻ സമയമുണ്ടെങ്കിൽ വേഗം നമ്മൾ കെട്ടാനൊന്നും നിൽക്കില്ല. പക്ഷേ സമയമില്ലാത്ത നേരത്ത് ഇങ്ങനെ കിടന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വേഗം നമ്മുടെ പണികൾ നടക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം മൂക്കേറ് കാലും കൂടി കൈയും കൂടി അവളുടെ കെട്ടി വെക്കും കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കറവ വേഗം നടക്കില്ല. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ ഒരു പശു നമ്മുടെ നന്ദിനി ഇന്ന് ചാടിയതാണ്. ആ പാല് ഒരു 2 കാമ്പ് കറന്നപ്പോൾ തന്നെ പശു ചാടി മറിച്ച് കളഞ്ഞു പാല്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് പാലുണ്ടാവില്ല. ഈ പാല് തന്നെ നമ്മൾ കൊടുക്കുന്നത് എല്ലാവരും അത്യാവശ്യക്കാരായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ പാല് കൊടുത്തില്ലെങ്കിൽ വിടി തുടങ്ങും. പിന്നെ അപ്പോൾ രാവിലെ കൊടുക്കാത്തവർക്ക് വൈകുന്നേരം ആക്കി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മൾ പോണത്. ഇപ്പോൾ പാല് ഭയങ്കര ഷോർട്ടായി. ഇനി പശുക്കളാണെങ്കിൽ ഈ പശുക്കളെ കിട്ടാനുമില്ല. പിന്നെ ചെറുതരം പശുക്കൾ ഇപ്പോൾ കിട്ടാൻ വലിയ പശുക്കളെ അപേക്ഷിച്ച് ചെറിയ പശുക്കളെ കിട്ടാനുണ്ട്. പക്ഷെ ചെറുതുങ്ങളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ 10 പശുക്കളെ കൂടുതലൊന്നും ഇവിടെ നിർത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ മെയിനായിട്ട് ഈ കുട്ടികൾ വേണം ഇവർക്ക് കറക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ സുഭദ്ര ചെറിയ പൊക്കം കുറഞ്ഞ പശു, അവൾക്ക് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഫാമിൽ നമ്മുടെ ബായി അവളുടെ കുട്ടി ചത്തുപോയിരുന്നു. എന്ന് വെച്ചാൽ അത് ബായിയുടെയൊക്കെ അശ്രദ്ധ കൊണ്ടാണ് കേട്ടോ കുട്ടി ചത്തുപോയത്. പാലൊക്കെ മര്യാദക്ക് കൊടുക്കാതെയും മഴയുള്ള സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ എന്തോ അവളെ ശ്രദ്ധിക്കാതെ ആ കുട്ടി ചത്തുപോയതാണ്. അപ്പോൾ കുട്ടി ചത്തുപോയത് കൊണ്ട് തന്നെ അവളെ ബായി കുട്ടിയില്ലാതെ കേട്ടോ ചുരുത്തി കറന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പം ഞങ്ങൾക്കൊരു നമ്മൾ ഓരോന്ന് പഠിക്കുകയാണല്ലോ. അപ്പോൾ അവൾക്കും കുട്ടിയില്ലാതെ കറക്കാൻ പറ്റും എന്നുള്ള കാര്യം എന്താ വെച്ചാൽ സാധാരണ നമ്മളിവിടെ വളർത്തിക്കൊണ്ടിരുന്നപ്പോൾ ചെറിയ പശുക്കൾക്ക് കുട്ടികളില്ലാതെ ചൊരുത്തേ ഇല്ല. അവർ ഒരു തരി പാല് നമുക്ക് തരില്ല. ഒരു ഇച്ചിരി ആ ഒരു ചൊരുത്തി നിൽക്കണ സമയത്തുള്ള പാലല്ലാതെ പിന്നെ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് ഒരു ശ്ലേഷം പാല് പോലും അവർ ചൊരുത്തില്ല. കുട്ടി കുടിച്ചാൽ മാത്രമേ അവർ ചൊരുത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട് ഈ പശുക്കൾക്ക്. പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ സുഭദ്രക്ക് ഇങ്ങനെ സംഭവിച്ചതോടുകൂടി കുട്ടി ചത്തുപോയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയും കറക്കാമെന്നുള്ളൊരു ഇത് കിട്ടി. ഇനിയിപ്പോൾ അതുപോലെ ചൊരുത്താനായിട്ട് ഗുളികയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ പരീക്ഷിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾക്ക് ആ ഒരു എക്സ്പീരിയൻസും കൂടി കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ കുട്ടി ഇല്ലെങ്കിലും ഒരു 3 മാസം അല്ലെങ്കിൽ 2 മാസം ആകുമ്പോൾ ഇനി കൊടുക്കാമെന്ന് വിചാരിച്ചേക്കാണ്. നമുക്ക് എന്തായാലും നമ്മുടെ നഷ്ടങ്ങളൊക്കെ നികത്തണമെങ്കിൽ പാലിൻ്റെ ഒരു ബിസിനസ് തന്നെ ആയിട്ട് പോകേണ്ട വരും. 1.5 വർഷത്തോളം നമ്മളെ കയ്യിൽ നിന്ന് ഇട്ടിട്ടാണ് ഫാം നടത്തിക്കൊണ്ട് പോയത്. അതുകൊണ്ട് തന്നെ ഇനി എന്തായാലും ആ ഒരു പാലെന്നുള്ള ഒരു കോൺസെൻട്രേഷനായിട്ട് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചേക്കുന്നത്. നമുക്കൊരു 1 വർഷത്തോളം നമ്മൾ എന്തായാലും പാല് കൊടുത്ത് ആ ബിസിനസ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ എന്തായാലും കുട്ടികളെ നമ്മൾ കൊടുക്കാനും തീരുമാനിച്ചേക്കാണ്. കുട്ടികളെ പിന്നെ അങ്ങനെ നിർത്താൻ ഇനി ഉദ്ദേശിക്കണില്ല. ഒരു 2 മാസം പാലൊക്കെ കുടിച്ച് ഒരു ആരോഗ്യമായിട്ട് അവരെ കൊടുക്കുകയാണ്. അപ്പം ഇപ്പം നമുക്ക് 2-3 പശുക്കളോളം ചെനയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ശങ്കരി മിക്കവാറും ഗർഭിണിയാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല, ബ്ലഡ് ടെസ്റ്റാണ് ചെയ്യാറ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ റിസൾട്ട് വരും. അപ്പോൾ അത് ചെയ്യണം. അപ്പം അങ്ങനെയാണ് നമ്മൾ നോക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഇവർ കൈയിട്ട് പരിശോധിച്ചാലും അവർ കറക്റ്റായിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് അങ്ങോട്ട് തീർച്ചപ്പെടുത്തി പറയലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്താണ് നമ്മൾ പ്രഗ്നൻസി അറിയണത്. പാലിൻ്റെ കേസ് എന്ന് പറയുന്നത് പാല് നമുക്ക് മിക്കവാറും ഈ വലിയ പശുക്കളാണ്, വലിയ കാമ്പാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ കാമ്പ് കാണുമ്പോൾ നമ്മൾ ഓർക്കും, അല്ലെങ്കിൽ വലിയ അകിടൊക്കെ കാണുമ്പോൾ നമ്മൾ വലിയ അകിട് കാണുമ്പോൾ നമ്മൾ ഓർക്കും നല്ല പാലുള്ള പശുവാണെന്ന്. പക്ഷേ എത്ര വലിയ പശുവാണ്, ഗീറാണ് എന്നൊക്കെ ഗീറാണ് 10 ലിറ്റർ 15 ലിറ്ററൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു അനുഭവം കൊണ്ട് പറയുകയാണെങ്കിൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്നത് 7 ലിറ്റർ ആട്ടോ. 2 നേരം കൂടി. ഈ 2 നേരം കൂടി ഇപ്പം നമ്മുടെ ഭദ്രക്ക് കിട്ടണത്, ഇപ്പോൾ പ്രസവിച്ച് കുട്ടി ചത്തുപോയ ഭദ്രക്ക് കിട്ടണത്, ഇപ്പോൾ കുട്ടി ഇല്ലാതെ തന്നെ കിട്ടണത് 6 ലിറ്റർ പാലാട്ടോ. പക്ഷേ അവളുടെ അകിട് കാണുമ്പോൾ തോന്നും നമുക്ക് നല്ല പാലുള്ള പശുവാണെന്ന്. പക്ഷേ ആ ഒരു
ഇതുകൊണ്ട് നമ്മൾ തീരുമാനിക്കരുത് നല്ല പാലുണ്ടെന്നൊന്നും. ഇപ്പോൾ 2 നേരവും കൂടി ചില സമയങ്ങളിൽ ചിലപ്പോൾ 6 കിട്ടും. ഇപ്പോൾ 6ഉം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് പാല് ഭയങ്കര കുറവാണ്. 5 ലിറ്റർ 6 ലിറ്റർ കൂടുതലൊന്നും ആ പശുവിന് പാലില്ല കേട്ടോ. അപ്പം അതുപോലെ തന്നെ വെള്ളപ്പശു ആണെങ്കിലും അതെ, അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ചിലപ്പോൾ ഒരു 2:30 കിട്ടും, വൈകുന്നേരം ചിലപ്പോൾ 2 കിട്ടും, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ അവളും ഗർഭിണി ആയിട്ടുണ്ട്. അപ്പം അവൾക്കും പാല് കുറഞ്ഞു തുടങ്ങി. പിന്നെ ചെറിയ പശുക്കളെ അപേക്ഷിച്ച് നമുക്ക് സുഭദ്രയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, ചെറിയ പശുക്കൾക്ക് ചില പശുക്കൾക്ക് നല്ല പാലുണ്ടാവും കേട്ടോ. നല്ല പാലെന്ന് പറയാനായിട്ട് 2 നേരം കൂടി 5 ലിറ്റർ, ചിലപ്പോൾ ഒരു 4.5-4 ലിറ്റർ അങ്ങനെയൊക്കെ കിട്ടും. അങ്ങനെയൊക്കെയാണ്. പക്ഷേ എന്നാൽ ചില ചെറിയ പശുക്കളുടെ നല്ല അകിടുണ്ടെങ്കിൽ തന്നെയും ഏറ്റവും കൂടുതൽ കിട്ടണത് ചിലപ്പോൾ 2.5 ലിറ്റർ ആയിരിക്കും കേട്ടോ, 2 നേരം കൂടി. അപ്പം അങ്ങനെയുമുണ്ട്. അപ്പം ഇത് നമുക്ക് ഒരു പാല് അകിട് കണ്ട് ഇവരെ നമുക്ക് പാല് ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. നല്ല ഇവർ പ്രസവിക്കാറാവുമ്പോൾ നല്ല അകിടാവും. പക്ഷേ ഈ അകിട് അനുസരിച്ചുള്ള പാലൊന്നും ഇവർക്ക് പ്രതീക്ഷിക്കേണ്ട. പിന്നെ നമുക്ക് ഇവരുടെ പാലെന്ന് പറയുന്നത് 140 രൂപയൊക്കെ നമ്മളിപ്പോൾ പാലിന് റേറ്റ്. ആദ്യം നമ്മൾ തുടങ്ങിയ ഇടയ്ക്ക് നമ്മൾ 100 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അന്നേരത്ത് നമ്മൾ തന്നെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നതും. പിന്നെ ഫാമൊക്കെ ആയി പുറത്തോട്ട് റെൻറ്റും അവരുടെ സാലറിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ പാലിൻ്റെ റേറ്റ് കൂട്ടി 120, 130, അങ്ങനെ ഇപ്പം 140 ആയിട്ടോ പാലിൻ്റെ റേറ്റ്. പിന്നെ നെയ്ക്കാണെങ്കിൽ 3000 രൂപയാണ്. നമ്മുടെ ഇവിടെ വേറൊരു ഫാം നടത്തുന്നുണ്ട് ഇതുപോലെ തന്നെ. അവർ കൊടുക്കുന്നത് 4000, 4500 അങ്ങനെ ആ റേഞ്ചിലാണ് കേട്ടോ. നമ്മൾ കൊടുക്കുന്നത് 3000 രൂപയ്ക്കാണ്. ഇപ്പം നമുക്ക് നെയ്യൊന്നും കൊടുക്കാനില്ല. പാലിൻ്റെ ഷോർട്ടേജ് കൊണ്ട് തന്നെ നെയ്യില്ല കേട്ടോ. നമുക്കിപ്പോൾ ഒട്ടും നെയ്യില്ല, നമ്മുടെ ആവശ്യത്തിന് പോലും നെയ്യില്ല. പാല് മാത്രമേ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. പിന്നെ ചില ഫാമുകൾ പാലൊന്നും അവർക്ക് പാലല്ല കേട്ടോ, അവർ നെയ്യാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നെയ്യ് ഇഷ്ടംപോലെ നെയ്യ് അവരുണ്ടാക്കി വെക്കും. പാല് കൊണ്ടുപോയി കൊടുക്കാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല. അങ്ങനെ ഒത്തിരി ഫാമുകൾ നമുക്കറിയാം നെയ്യ് മാത്രം കൊടുക്കുന്നവർ. അപ്പോൾ തൈരൊക്കെ നമ്മൾ കടകളിലൊക്കെ കൊടുത്ത് എങ്ങനെയായാലും ഇവർക്ക് നഷ്ടം എന്ന് പറയാൻ പറ്റില്ല. ഇവർക്ക് ഈ പശുക്കളെ സംബന്ധിച്ച് ഇവർക്ക് അസുഖങ്ങളില്ല, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. മറ്റേതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് തലവേദനയെന്നാണ് പറയണേ. ഈ HF ജേഴ്സി പശുക്കൾ ഏത് സമയവും കുഴഞ്ഞു വീണ് ചത്തുപോലും, പിന്നെ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ ഒരുപാട് അവർക്ക് അസുഖങ്ങളുണ്ട്. നമുക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല, പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. പാകിടിന് കംപ്ലൈൻറ്റ്, മറ്റേ കുളമ്പ് കംപ്ലൈൻറ്റ്, അങ്ങനെ ഒത്തിരി അസുഖങ്ങളുണ്ട്. പക്ഷേ ഈ പശുക്കളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ അസുഖത്തിൻ്റെ ഒരു വിഷയങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് പിന്നെയുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ വീടിനോട് ചേർന്നുള്ള ഫാം ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് HF ജേഴ്സി പശുക്കളാണെങ്കിൽ എപ്പോഴും നമ്മുടെ ഈ ഫാമിൽ പശുക്കളുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലത്തോട്ടും മഴയത്തോട്ടൊന്നും ഇവരെ കെട്ടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും നമ്മുടെ ഫാമിലുണ്ടാവും. ഫാമിൽ എപ്പോഴും മോശമായിട്ട് കിടക്കും. എപ്പോഴും നമ്മൾ ഫാമിൽ ശ്രദ്ധ വേണം. ചാണകം വാരിക്കളയാനും ക്ലീൻ ചെയ്യാനും അവരെ കുളിപ്പിക്കലും. അപ്പോൾ അതൊരു വലിയ പണിയാണ്. പക്ഷേ ഈ പശുക്കളെ സംബന്ധിച്ച് നമ്മൾ രാവിലത്തെ കറവയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞ് പുറത്തോട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറവ തുടങ്ങുന്നത് 4 മണി 4:30 സമയത്താണ് കേട്ടോ. പിന്നെ എവിടെയെങ്കിലുമൊക്കെ യാത്രയൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കറവയാണ് ഇവർക്ക് ചെയ്യാറ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നമുക്ക് സൗകര്യങ്ങളുണ്ട്. നമ്മുടെ പാലിന് നല്ല ഡിമാൻഡുള്ള പാലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പാലിൻ്റെ ഒരു ബിസിനസ്, പാലുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടും. നമ്മുടെ ഒരു അനുഭവം കൊണ്ട് പാലില്ലാത്തൊരു കുഴപ്പമുള്ളൂ കേട്ടോ. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോസൊക്കെ കാണാം, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോസായിട്ട് നാളെ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടോളൂ.